മണ്ടനായ കാക്ക. ഒരിടത്തൊരു കാക്കക്കൂട്ടം താമസിച്ചിരുന്നു, ഒരു മാവിന്റെ മുകളിൽ. ഇന്നാണെങ്കിൽ വളരെ ആഹ്ലാദത്തിന്റെ ദിവസമാണ്. കാരണം മിസ്റ്റർ കോ ഇന്ന് അവധിക്ക് പോകുകയായിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരോട് ഗുഡ് ബൈ പറയുമായിരുന്നു. ഇതാ എന്റെ സ്പെഷ്യൽ മാങ്ങാപ്പൈ നിനക്ക്, കോ. ഓ, വളരെ നന്ദി മിസ്സസ് കോണിംഗ്. അത് കൂടാതെ ഈ ചുള്ളിക്കമ്പും കുറച്ച് തടിയും എടുത്തോ. അറിയാൻ പറ്റില്ലല്ലോ എവിടെയാണ് നിനക്ക് കൂടുണ്ടാക്കേണ്ടി വരുമെന്ന്. വളരെ നന്ദി കോട്ടോ. ഞാൻ നിന്നെ എപ്പോഴും ഓർക്കും, നിങ്ങളെ എല്ലാവരെയും ഓർക്കും. അങ്ങനെ അവസാനം അവന്റെ കൂട്ടുകാർ നൽകിയ ഉപഹാരങ്ങൾ ശേഖരിച്ച് മിസ്റ്റർ കോ പറന്നുപോയി. മിസ്റ്റർ കോ മലമുകളുടെയും നദികളുടെ മുകളിലൂടെയും നഗരങ്ങളുടെ മുകളിലൂടെയും ഗ്രാമങ്ങളുടെ മുകളിലൂടെയും പറന്നു. ലോകമാദ്യം കാണുന്നത് പോലെ ഒരു ദിവസം അവൻ ഇടിവെട്ടും മിന്നലും കേട്ട് മഴ പെയ്യാൻ പോകുന്ന പോലത്തെ കാലാവസ്ഥ കണ്ടു. അവൻ പെട്ടെന്ന് തന്നെ ഒരു മരത്തിൽ ചെന്ന് പാർത്തു. ഇന്ന് രാത്രി ഇവിടെ തന്നെ താമസിക്കാം എന്ന് തോന്നുന്നു. മഴയത്ത് പറക്കുന്നത് ഒരു നല്ല ബുദ്ധിയല്ല. മിസ്റ്റർ കോ ആ മലമുകളിൽ വിശ്രമിക്കാൻ തുടങ്ങിയതും അവൻ ഒരു വ്യത്യസ്തമായ ശബ്ദം കേട്ടു. അവൻ കൊമ്പുകളുടെ മുകളിലൂടെ എത്തി നോക്കി എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്നറിയാൻ. ഓ, മഴ പെയ്യാൻ പോകുന്നു! ഹുറേ! എന്ത് തരം ജീവിയാണിത്? അവൻ പറക്കുന്നു. ഇത് കിളികളാണോ? പക്ഷെ അവർ എന്ത് സുന്ദരമാണ്! മിസ്റ്റർ കോ എന്ന കാക്ക ആദ്യമായിട്ടാണ് പീകോക്കിനെ കാണുന്നത്. അവൻ അവരുടെ സൗന്ദര്യത്തെ വിശ്വസിക്കാനേ ആയില്ല. അവനവന്റെ കറുത്ത തൂവലിനെ അവരുടെ നിറമേറിയ വലിയ തൂവലുമായി ഒത്തുനോക്കി. അവന് പെട്ടെന്ന് തന്നെ ഒരു കാക്കയായത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നെ കണ്ടോ, കറുത്തിട്ടും വിരൂപമായി? എനിക്ക് അവരെ പോലെ ആകണം. എന്തു സുന്ദരം, അഴകുള്ളത്! അങ്ങനെ മിസ്റ്റർ കോ പകലും രാത്രിയും പീക്കോക്കുകളെ ശ്രദ്ധിച്ചു. അവനൊരു പീക്കോക്ക് ആകണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എങ്ങനെ? അവൻ അവരെ പോലെ കായ്കൾ തിന്നാൻ തുടങ്ങി, അവരെ പോലെ ആടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവനൊരു ഉപായം തോന്നി. സുന്ദരമായ പീകോക്കിന്റെ തൂവൽ. അന്നു മുതൽ മിസ്റ്റർ കോ വീണ് കിടക്കുന്ന പീകോക്ക് തൂവൽ ശേഖരിക്കാൻ തുടങ്ങി. അവൻ ആവശ്യത്തിന് ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ മിസ്റ്റർ കോട്ടോ കൊടുത്ത മരത്തിന്റെ ചാർ അവനെടുത്തു. അവന്റെ വാലിൽ ആ തൂവലുകൾ ഒട്ടിച്ചു. ഇപ്പോൾ ഞാനൊരു പീകോക്ക് ആയി മാറി. അവസാനമായി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു. അവനൊരു പീകോക്ക് ആണെന്ന് കരുതി മിസ്റ്റർ കോ തിരിച്ചു വീട്ടിലേക്ക് പറന്നു. മിസ്സിസ് കാണിംഗ് മിസ്റ്റർ കോയിനെ കണ്ടു. എന്നിട്ട് ബാക്കി എല്ലാ കാക്കകളെയും വിളിച്ചു. അവരെല്ലാവരും മിസ്റ്റർ കോയുടെ കൂട്ടിൽ ഒത്തുചേർന്നു. വെൽക്കം ബാക്ക് മിസ്റ്റർ കൗ. നിങ്ങളുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ എല്ലാ കാക്കകളും നിന്നെ ഓർത്തു. എന്റെ യാത്ര വളരെ നല്ലതായിരുന്നു. താങ്ക് യു. പക്ഷെ ഇനി മുതൽ ഞാനൊരു വിരൂപനായ കാക്കയല്ല, ഞാനൊരു സുന്ദരമായ പീകോക്ക് ആയിരിക്കുന്നു. പക്ഷെ നീ ഇപ്പോഴും ഒരു കാക്കയാണ്. നീ എങ്ങനെ കാക്കകളെ വിരൂപരായി എന്ന് വിളിച്ചു? ഞാൻ നിനക്ക് വേണ്ടി എന്റെ മാങ്ങാപ്പൈ കൊണ്ടുവന്നു. വളരെ നന്ദി. പക്ഷെ ഞാനിപ്പോൾ ഒരു പീകോക്കായി. അതുകൊണ്ട് ഞാൻ കായ്കൾ മാത്രമേ കഴിക്കൂ. കാക്കകൾക്ക് മിസ്റ്റർ കോയുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല. അവർ അവനെ ഒറ്റയ്ക്ക് വിടാൻ തീരുമാനിച്ചു. പക്ഷെ എന്നിട്ടും മിസ്റ്റർ കോ ഇതുവരെ ഒരു പാഠം പഠിച്ചില്ല. ഒരു ദിവസം അവനൊരു തീരുമാനത്തിലെത്തി. ഓ, വിരൂപമായ കാക്കകൾ, ഞാൻ എന്തിന് നിങ്ങളുടെ കൂടെ താമസിക്കണം? എന്റെ ശരിയായ സ്ഥാനം പീകോക്കുകളുടെ ഒപ്പമാണ്. അങ്ങനെ മിസ്റ്റർ കോ പീകോക്കുകളുടെ കൂടെ താമസിക്കാൻ പോയി. ഞാനിപ്പോൾ ഒരു പീകോക്ക് ആയതിനാൽ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂടെ താമസിക്കാമെന്ന്. പീകോക്കുകൾ തമ്മിൽ ആലോചിച്ചു. അവർ ഈ വ്യത്യസ്തമായ പീകോക്കിനെ താമസിക്കാൻ അനുവദിച്ചു. പക്ഷേ ഒരു ദിവസം മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ മിസ്റ്റർ കോയുടെ പീകോക്ക് തൂവൽ പൊഴിഞ്ഞു വീണു. നീ ഒരു പീകോക്ക് അല്ല. തീർച്ചയായും ഞാനൊരു പീകോക്കാണ്. ഞാൻ നിങ്ങളെ പോലെ കഴിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കുന്നു. എനിക്ക് നിങ്ങളെ പോലെ നിറങ്ങൾ ഏറിയ തൂവലുമുണ്ട്. ഞങ്ങളെ പോലെയുള്ള തൂവലോ? നീ ഒരു കാക്കയാണ്. ഇല്ല, ഞാൻ അല്ല.
നിന്റെ കടും കറുത്ത തൂവൽ നിന്നെ കാണാൻ സുന്ദരനാക്കുന്നു. എന്ത്? പീക്കോക്കുകൾ മിസ്റ്റർ കോയുടെ കടും കറുത്ത തൂവൽ കണ്ട് അമ്പരന്നു. മിസ്റ്റർ കോയ്ക്ക് വിശ്വാസമായില്ല. നിന്റെ തൂവൽ എന്ത് സുന്ദരമാണ്. അത് നിന്നെ ആകാശത്തിൽ ഉയരത്തിൽ പറക്കാൻ സഹായിക്കുന്നു. ഞങ്ങളുടെ നീണ്ട തൂവല് കാരണം ഞങ്ങൾക്ക് താഴെ പറക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ നിന്നെ പോലെ ആകാശത്ത് പറക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നീ നിന്റെ സുന്ദരമായ കുടുംബത്തെയും കാക്കക്കൂട്ടത്തെയും വിട്ടു ഇങ്ങോട്ട് വന്നത് വെറും ഒരു പീക്കോക്ക് ആകാനാണ്. എന്ത് മണ്ടനാണ്. വീട്ടിലേക്ക് പോ. നീ ആരാണ് അതിൽ സന്തോഷിക്കൂ. അവസാനം മിസ്റ്റർ കോയിന് അവന്റെ മണ്ടത്തരം മനസ്സിലായി. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഹലോ മിസ്സസ് കോണിംഗ്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെന്ന്. പിന്നെ അത് സത്യമാണ്. ഞാൻ അല്ലാത്ത ഒരാളാകാൻ ശ്രമിച്ചു. അതിന്റെ അഹങ്കാരത്തിൽ ഞാൻ എന്റെ കുടുംബവും കൂട്ടുകാരെയും നഷ്ടപ്പെടുത്തി. എന്നോട് ക്ഷമിക്കൂ. നിനക്കെന്റെ കുറച്ച് മാങ്കാപ്പൈ വേണമോ? തീർച്ചയായും, ദയവായി. ഞാൻ ഈ കായ്കൾ മൊത്തം തിന്ന് മടുത്തു പോയിരിക്കുകയായിരുന്നു. എന്നോട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ഒരു കാക്കയാണ്. ഞാൻ എത്ര അധികം തൂവൽ എന്റെ ദേഹത്തൊട്ടിച്ചാലും ഞാൻ കാക്ക തന്നെ ആയിരിക്കും. വെൽക്കം ബാക്ക്. മറ്റുള്ളവരെ പോലെ അനുകരിച്ച് അവരുടെ ആഹാര രീതിയും ജീവിതശൈലിയും അനുകരിച്ചാൽ നമ്മൾ അവരായി മാറില്ല. ഏറ്റവും നല്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആരാണോ അങ്ങനെ സന്തോഷമായിരിക്കണം. നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ സ്പെഷ്യലാണ്. മറ്റുള്ളവരെക്കാളും നമ്മൾ നമ്മുടെ രീതിയിൽ നല്ലതാണ്.